പട അപ്പു ജോസഫിനെ പിൻഗാമിയാക്കാനുള്ള PJ ജോസഫിന്റെ നീക്കത്തിന് തിരിച്ചടി. വൻ പടയൊരുക്കങ്ങളുമായി ജോസഫിന്റെ വിശ്വസ്തർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. ജോസഫിന്റെ അതിവിശ്വസ്തർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ പാർട്ടിയുടെ തട്ടകമായ തൊടുപുഴയിലെ നിയോജക മണ്ഡലം കൺവെൻഷൻ പോലും റദ്ദാക്കിയിരിക്കുകയാണ്. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റും ഏറ്റവും മുതിർന്ന നേതാവും ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ബഹിഷ്കരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പുവിന് ധാർഷ്ട്യവും താൻ പോരുമയുമാണെന്ന വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പു മുതിർന്ന നേതാക്കളെ അടക്കം ഗൗനിക്കാതിരിക്കുകയും തൊടുപുഴ മണ്ഡലത്തിലടക്കം തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ വരെ തന്റെ ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് നിയോജക മണ്ഡലം നേതൃത്വമടക്കം പാർട്ടി പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇടുക്കി ജില്ലാ കൺവെൻഷനും പുറപ്പുഴ മണ്ഡലം കൺവെൻഷനും അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് നിയോജക മണ്ഡലം നേതൃത്വം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഇതോടെ മുൻപ് നിശ്ചയിച്ച തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉൾപ്പെടെ റദ്ദാക്കേണ്ടി വന്നതായാണ് ലഭിക്കുന്ന വിവരം. PJ ജോസഫ് കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവും ജില്ലയിൽ നിന്നുള്ള ഏക സംസ്ഥാന വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് എന്നിവർ ഉൾപ്പെടെ ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ ബഹിഷ്കരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. മുതിർന്ന നേതാക്കൾക്കൊപ്പം നിയോജക മണ്ഡലം നേതൃത്വം കൂടി അപ്പുവിന് എതിരായതോടെയാണ് നിയോജക മണ്ഡലം കൺവെൻഷൻ റദ്ദു ചെയ്യേണ്ടി വന്നത്. തന്റെ വിശ്വസ്തരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് PJ ജോസഫ് നേരിട്ട് അനുനയ നീക്കങ്ങളുമായിട്ട് ഇറങ്ങിയത്. എങ്കിലും സ്വന്തം തട്ടകത്തിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ വിളിച്ചുകൂട്ടാൻ ജോസഫിന് ആയില്ല. മാത്രമല്ല, പുറപ്പുഴ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന ജോസഫിന്റെ ശാസനവും നേതാക്കൾ തള്ളിക്കളഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉൾപ്പെടെ ജില്ലയിൽ ജോസഫിന്റെ അതിവിശ്വസ്തരും അപ്പു ജോൺ ജോസഫിന്റെ രംഗപ്രവേശനത്തിന് എതിരാണ്. പാർട്ടിയിലെ പരിചയക്കുറവിനപ്പുറം അപ്പു ജോണിന്റെ ശൈലിയെയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും ചോദ്യം ചെയ്യുന്നത്. മുതിർന്ന നേതാക്കളെ അടക്കം അപ്പു ജോൺ പരിഗണിക്കുകയോ മാനിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് നേതാക്കളുടെ അതൃപ്തിക്ക് കാരണം. തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളോട് പോലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്നത് സഹിക്കാൻ കഴിയില്ല എന്നാണ് ജില്ലയിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് അപ്പുവിനെ തൊടുപുഴയിൽ പിൻഗാമിയാക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പഴയ വിശ്വസ്തരടക്കം പുറപ്പുഴയിലെ വസതിയിലെത്തി ജോസഫിനോട് പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൊടുപുഴ മണ്ഡലം നഷ്ടപ്പെടുമെന്ന് UDF കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് ജോസഫ് വിഭാഗം നേതാക്കളുടെ തീരുമാനം. ഇതോടെ മുൻപ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കലാപം ഉയർത്തി KM മാണിക്കെതിരെ പടം നയിച്ച PJ ജോസഫ് ഇപ്പോൾ മകനെ പിൻഗാമിയാക്കാനുള്ള ശ്രമത്തിനിടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിനെ മധ്യസ്ഥനാക്കി രംഗത്തിറക്കിയിരിക്കുകയാണ് PJ ജോസഫ്. മോൻസിന്റെ സഹായമില്ലാതെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ കൺവെൻഷൻ പോലും നടത്താനാകാത്ത ഗതികേടിലാണ് ജോസഫ് എത്തി നിൽക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ യാതൊരു അഭിപ്രായ പ്രകടനങ്ങളും നടത്താതെ നിശബ്ദനായിരിക്കുന്ന പാർട്ടി MP ഫ്രാൻസിസ് ജോർജ് എന്ത് നിലപാടെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാർട്ടിയുടെ നിലനിൽപ്പ് ഫ്രാൻസിസ് ജോർജിന്റെ കയ്യിലായതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ചായിരിക്കും പാർട്ടിയിലെ അധികാര കൈമാറ്റമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.